ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു വീഡിയോ എന്താ, ഹെയർ കെയർ. അപ്പോൾ തുടങ്ങുമല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ കുഞ്ഞിലെ ഒട്ടും മുടി കൊഴിച്ചിലുണ്ടായിരുന്നില്ല, പക്ഷെ വലുതായപ്പോഴോ ഭയങ്കര മുടി കൊഴിച്ചിൽ. ക്ലോറിൻ വാട്ടറിൻ്റെ യൂസ് മുടി കൊഴിയാനായിട്ട് കാരണമുണ്ടോ? താരനുണ്ടെങ്കിൽ മുടി കൊഴിയും. അങ്ങനെ ഒത്തിരി സംശയങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ ഒരു ചീപ്പും അല്ലെങ്കിൽ ഡെയിലി കിടക്കാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു പില്ലോ വരെ നമ്മുടെ മുടി കൊഴിച്ചലിന് കാരണം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ നമ്മൾ ഡെയിലി ചീപ്പ് കഴുകുന്ന ഒരാളാണ് അല്ല. അറ്റ്ലീസ്റ്റ് ഡെയിലി ചീപ്പ് കഴുകിയില്ലെങ്കിലും വീക്ക്ലി വൺസ് എങ്കിലും ചീപ്പ് കഴുകി യൂസ് ആക്കാൻ നോക്കുക. നമ്മൾ ചീപ്പിൽ ഇടയ്ക്ക് കാണാറുള്ള ചിലരുടെ ചീപ്പ് എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെയും അല്ലെങ്കിൽ കസിൻസിൻ്റെയൊക്കെ ചില ഡെഡ് സ്കിൻ പോലെ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് ഒരിക്കലും നമ്മുടെ തലയിൽ പിന്നെ യൂസ് ചെയ്യും തോറും നമ്മുടെ തലയിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ഫംഗസും കാര്യങ്ങളും ചീപ്പിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതാണ്. അത് അവിടെ ഇരുന്ന് ഗ്രോത്ത് ആവാൻ കാരണമാവും. പിന്നെ നമ്മൾ എന്തൊക്കെ ഡാൻഡ്രഫിൻ്റെ ഷാംപൂസ് യൂസ് ചെയ്തുകൊണ്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെയാണ് പില്ലോയും. പില്ലോ നമ്മുടെ ഹെയറിന് മാത്രമല്ല പ്രശ്നം, അത് ഫേസിനും കൂടെ പ്രശ്നമാവാൻ കാരണം. ഈ ഒരു പില്ലോ ഇടയ്ക്ക് നമ്മൾ സ്കിൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മളോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ പില്ലോ കവേഴ്സ് ചേഞ്ച് ചെയ്യാറുണ്ടോ? എന്താ കാരണം? നമ്മളുടെ തലയിൽ നിന്ന് വരുന്ന ഫംഗസും ചെറിയ ചെറിയ രീതിയിലുള്ള ബാക്ടീരിയസും എല്ലാം പില്ലോയിലോട്ട് ചെന്നിട്ട് പില്ലോ അത് ഫേസിലാവും. ആ ഫേസിൽ അത് ചെറിയ ചെറിയ ആക്നേസും പിമ്പിൾസും ചെറിയ ചെറിയ ടൈപ്പ് നോഡ്യൂൾസ് പോലത്തെ പിമ്പിൾസ് ഒക്കെ വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പില്ലോ ഭയങ്കര ഒരു അപകടകാരിയാണ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും കഴുകാതെ ചീപ്പും യൂസ് ചെയ്യരുത്, പില്ലോയും യൂസ് ചെയ്യരുത്. വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങളുടെ ചീപ്പ് കഴുകി യൂസ് ചെയ്യാൻ നോക്കുക. ഒരു 3 ദിവസം കൂടുമ്പോൾ അറ്റ്ലീസ്റ്റ് പില്ലോയും വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഗേൾസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് ബോയ്സിൻ്റെ കാര്യത്തിലോട്ട് വന്നാലോ. അവർ നമ്മുടെ ഗേൾസിൻ്റെ അത്രയും കൺസേൺ ആണോ ഹെയറിൻ്റെ കാര്യത്തിൽ? കുറച്ച് പേരൊക്കെ ഭയങ്കര കൺസേൺ ആണ്, എന്നാൽ കുറച്ച് പേർക്കും എന്തെങ്കിലും ആവട്ടെ മുടിയല്ലേ ആ ഒരു കോൺസെപ്റ്റും ഉണ്ട്. പക്ഷേ ഇവരുടെ മുടി മെയിനായിട്ടും കൊഴിയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗേൾസിനേക്കാളും കൂടുതൽ വണ്ടി യൂസ് ചെയ്യുന്നത് ബോയ്സാണ്. ഈ വണ്ടി യൂസ് ചെയ്യുമ്പം ഇവർ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റിനകത്ത് നല്ല ഹീറ്റ് വരും. ഇപ്പം ചൂടുകാലമൊക്കെ ആണെങ്കിൽ ഈ ചൂട് നമ്മുടെ തലയിൽ തന്നെ അവിടെ നിന്നിട്ട് എക്സ്ട്രാ ഇങ്ങനെ പുറത്തോട്ട് തള്ളാൻ ശ്രമിക്കും. പക്ഷേ ഒരിക്കലും ആ ഒരു ഫിറ്റ്നസ് കാരണം അതിന് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. എന്നോർത്ത് ആരും ഹെൽമെറ്റ് യൂസ് ചെയ്യരുതെന്നല്ല പറയുന്നത്. അപ്പോൾ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്ത് അത്രയും ചൂടും സ്ട്രെസ്സൊക്കെ ആയിട്ട് വരുന്ന ബോയ്സ് ഒരിക്കലും പിന്നെയും ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ അങ്ങനെ കുളിക്കാതെയോ ഇരിക്കാൻ പാടില്ല. അപ്പം നല്ലൊരു തണുത്ത വെള്ളത്തിൽ നല്ല ടൈം എടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. ഞാൻ കേട്ട് മടുത്തൊരു ക്വസ്റ്റ്യനാണ്, ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്തു അല്ലെങ്കിൽ എൻ്റെ ഓയിൽ മേടിക്കുന്ന ആളുകൾ എന്നോട് പറയുന്നൊരു റീസണാണ്, ചേച്ചി ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്തിട്ട് മുടി മൊത്തം കൊഴിഞ്ഞു പോയി, ക്ലോറിൻ വാട്ടർ കാരണമാണ് ഇത്രയും മുടി കൊഴിയുന്നത്. സത്യത്തിൽ ഈ ക്ലോറിൻ വാട്ടർ മുടി കൊഴിയുന്നതിനൊരു കാരണമാണോ? എന്നാണ്. ഈ ക്ലോറിൻ വാട്ടർ നമ്മുടെ ഹെയറിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ക്ലോറിൻ വാട്ടർ നമ്മുടെ മുടിയെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. അതുമാത്രമല്ല, നമ്മുടെ റൂട്ട്സിനകത്താണ് ഇത് മെയിനായിട്ട് ഇത് പൊഴിഞ്ഞു പോവുകയല്ല കൂടുതലും ചെയ്യുന്നത്. ഈ ക്ലോറിൻ വാട്ടർ ആക്ച്വലി നമ്മുടെ മുടീനെ ബ്രേക്ക് ആക്കും. അതായത് പൊട്ടിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലോറിൻ വാട്ടർ കൂടുതലും ചെയ്യുക. പൊട്ടിപ്പോകും നമ്മുടെ മുടി ഭയങ്കരമായിട്ട്, അതായത് ഭയങ്കര ഫ്രിസ്സാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഡെയിലി ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ വൺസ് ഇപ്പോൾ വണ്ടർലയിലോ അങ്ങനെ എന്തെങ്കിലും ക്ലോറിൻ വാട്ടർ ആഡ് ചെയ്യുന്ന ഒരു വാട്ടറിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഹെയർ ബാത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഒരു പശ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ കാരണം നമ്മുടെ തലയിൽ വരുന്ന ഓയിലിനെ അത് കംപ്ലീറ്റ്ലി റിമൂവ് ആക്കുകയാണ്. ഭയങ്കരമായിട്ട് നമ്മുടെ തലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോർമൽ ഓയിൽസിനെ പോലും അത് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കിയിട്ട് ഭയങ്കര ഫ്രിസ്സായിട്ട് ഡ്രൈ ആക്കും നമ്മുടെ ഹെയർ. അപ്പോൾ എന്താ സംഭവിക്കുക, നോർമലി നമ്മുടെ ഹെയർ അത്യാവശ്യം ഡ്രൈ ആയിരിക്കും. ആ ഡ്രൈയുടെ കൂടെ എക്സ്ട്രാ ഡ്രൈയും കൂടെ വന്നു കഴിയുമ്പം ഇത് പൊട്ടിപ്പോകാനായിട്ട് ഭയങ്കര ചാൻസാണ്. അതുകൂടാണ്ട് നമ്മുടെ കളർ ഫെയ്ഡ് ആവാനും ഇത് കൂടുതൽ കാരണമാവും. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ പ്രിക്കോഷൻസ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ക്ലോറിൻ വാട്ടറിലാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന എങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുള്ള ഹെയർ ഓയിൽ ഏതാണോ അത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏതും ആയിക്കോട്ടെ നിങ്ങളുടെ ഹെയർ ഓയിൽ, പക്ഷേ അത് അത്യാവശ്യം പിശുക്ക് കൂടാതെ നന്നായിട്ട് എടുത്തിട്ട് നല്ല ഹെഡ് മസാജോട് കൂടിയിട്ട് തലയുടെ ഈ ഭാഗം മുതൽ മുടിയുടെ അറ്റം വരെ നന്നായിട്ട് ഹെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതൊരു 20 മിനിറ്റ്സ് വെക്കാനായിട്ട് എന്തായാലും ശ്രമിക്കാം.
അടുത്തത് നമ്മുടെ ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതിലാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പുകൾ മിക്കതും തന്നെ നമ്മുടെ ഹെയർ നല്ലപോലെ ഡ്രൈ ആവും. അപ്പോൾ ഈ ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി ഡ്രൈ ആക്കുന്ന ഷാമ്പു ഒരിക്കലും യൂസ് ചെയ്യരുത്. അത് കൂടുതൽ നമ്മുടെ മുടിയെ നമ്മൾ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുടിയുടെ നല്ല ഡ്രൈ ഉള്ള ഷാമ്പു ഇട്ട് യൂസ് ചെയ്യരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ പൊതുവേ നമ്മുടെ മുടിയെ സ്മൂത്ത് ആക്കും. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്യുന്ന കണ്ടീഷണർ പോലെ ഇരിക്കും അത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു കണ്ടീഷണർ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൻ്റെ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കണ്ടീഷണറാണ് ഞാൻ 4 ഇയേഴ്സായിട്ട് ബാംഗ്ലൂർ പഠിച്ചപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു അത്ര ഡ്രൈ ഉള്ളത് നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഒക്കെ ആയിരിക്കും. ഈ ആൻറ്റി ഡാൻഡ്രഫ് ചിലപ്പോൾ കുറഞ്ഞാലും നിങ്ങളത് മുടിയോടായിരിക്കും നിങ്ങൾ ദ്രോഹം ചെയ്യുന്നത്. അതായത് മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള റീസൺസ് ഭയങ്കര കൂടുതലാണ് ഈ ഷാമ്പുകളിൽ. കണ്ടീഷണർ സെലക്ട് ചെയ്യുമ്പോഴും അതുപോലത്തെ നല്ല കണ്ടീഷണറുകൾ സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങുക, യൂസ് ചെയ്യുക. അതാണ് നമുക്ക് രണ്ടാമത് എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷൻ എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് കൊള്ളത്തില്ല, ഓക്കെ, നിങ്ങൾക്ക് ഇനി മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആഫ്റ്റർ നമ്മുടെ ഹെയർ ഡ്രൈ ആയതിനു ശേഷം ഞാൻ യൂസ് ചെയ്യാറില്ല, ചിലർ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഹെയർ സെറംസ്. ഈ ഹെയർ സെറംസ് ആക്ച്വലി നല്ലതാണ്. പക്ഷേ അത് നമ്മുടെ ഹെയറിന് അത്ര കുഴപ്പമൊന്നുമില്ല, ഡാമേജ്ഡ് അല്ല എങ്കിൽ അത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളൊരു ക്ലോറിൻ വാട്ടറിലാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ക്ലോറിൻ വാട്ടറാണ് യൂസ് ചെയ്ത് കഴുകുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് ഈ കണ്ടീഷണറും ഷാമ്പും എല്ലാം നല്ലതാണ്, എന്നിട്ടും ഒരു മാറ്റം വരുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ഹെയർ നല്ല ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ചാടാൻ പറ്റും. അതായത് നല്ലൊരു ഹെയർ സെറം, ആഫ്റ്റർ വാഷ് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ സെറം നിങ്ങൾക്ക് യൂസ് ആക്കി കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. കാരണം നമ്മുടെ ഹെയർ പിന്നെ നമ്മൾ വാഷ് ചെയ്യുന്നില്ല, ആ ഒരു സെറം ആണെങ്കിൽ നമ്മുടെ മുടിയെ ഒരു മോയിസ്റ്റാക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും കംപ്ലീറ്റ്ലി മാറിക്കിട്ടും, നല്ല ചേഞ്ചസ് വരും, ഹെയർ ഫാളും കുറയും. നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി നിങ്ങൾ നാട്ടിൽ വരുവാണ്, ഇപ്പോൾ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ക്ലോറിൻ വാട്ടറാണ്, നിങ്ങൾ എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്തു എന്നിട്ടൊന്നൊരു മാറ്റമില്ല എങ്കിൽ, നിങ്ങൾക്ക് വൺസ് ലീവ് കിട്ടുന്ന ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നാട്ടിൽ വരുമ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മുടെ ഹെയറിന് മോയിസ്റ്റാക്കി വെക്കാൻ പറ്റുന്നതായിരിക്കും. അതിന് എക്സാമ്പിൾസാണ്, നമുക്ക് വേണമെങ്കിൽ എഗ്ഗും കേടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ ചെമ്പരത്തി താളി നമുക്കിതുപോലെ തന്നെ ഹെയറിൽ യൂസ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ കറ്റാർ വാഴ, അങ്ങനെ ഒരു സാധനങ്ങൾ എന്താണോ നമ്മുടെ ഹെയറിനെ മോയിസ്റ്റാക്കി വെക്കുന്നത്, ആ ഒരു സാധനങ്ങൾ കണ്ടുപിടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നമ്മുടെ ഹെഡിൽ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 to 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറേ പ്രിക്കോഷൻസ്. എല്ലാവർക്കും ഒത്തിരി ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾ ഏത് ഓയിലാണ് അപ്ലൈ ചെയ്തിട്ട്, നിങ്ങൾക്ക് ഏത് ഓയിലും അപ്ലൈ ചെയ്തിട്ടും ഒരു മാറ്റവും വരുന്നില്ല, നിങ്ങളുടെ മുടി അതുപോലെ തന്നെയാണെങ്കിൽ, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ തന്നെയാണ്, ഞാൻ ഇത് ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങളുടെ ഹെയർ നല്ല ഡ്രൈ ആൻഡ് ഫ്രിസി ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഓയിലാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വേണിക ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്, യൂട്യൂബിൽ കാണുന്നവർ ജസ്റ്റ് ആ അക്കൗണ്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വേണ്ടവർ, ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, ആ ഒരു നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കൊണ്ട് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ നമ്മൾ. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് മുടിക്കുള്ളത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ ഞാനത് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്, ഞാൻ അതിന് റിപ്ലൈ തരാം. അല്ലെങ്കിൽ അതിന് ഉടൻ തന്നെയായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഒത്തിരി നാളും കൊണ്ട് ഒരു കൊച്ചിൻ്റെ കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ഞാൻ ആ കൊച്ചിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആ കൊച്ച് കാണുന്നുണ്ടെങ്കിൽ ഹായ്. ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി കാണും വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.